ഹായ്, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു റിസോർട്ടിലാണ്. ഇപ്പം നമ്മൾ കുട്ട്രാളം എത്തിയിട്ടുണ്ട്. കുട്ട്രാളം രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഫ്രഷായി നമ്മൾ കുട്ട്രാളം കണ്ടിട്ട് നമ്മൾ തെങ്കാശി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റിസോർട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നിറച്ച് മൂച്ചിയുടെ തോട്ടമാണ്. ആ തോട്ടത്തിൻ്റെ നടുക്കാണ് കേട്ടോ ഈ റിസോർട്ടുള്ളത്. പിന്നെ 1000 രൂപ ഉള്ളൂ റൂമിന് റെൻറ്റ് കേട്ടോ. അപ്പോൾ നല്ല ഫാമിലിയൊക്കെ ആയി വന്നിരിക്കാൻ നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ രാവിലെ ഇതൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ കുട്ട്രാളം പോയപ്പോൾ ഫസ്റ്റത്തെ വാട്ടർഫാൾസിൻ്റെ അവിടെ ഒന്നും ഓപ്പൺ അല്ല. രാവിലെ ആയതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഡേഞ്ചർ ആയതുകൊണ്ട് ഇപ്പോൾ തുറന്നു കൊടുക്കലില്ല പറഞ്ഞു. അപ്പോൾ എന്തൊരു 5 ഫാൾസ് പറഞ്ഞൊരു സംഭവമുണ്ട്, അവിടെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അവിടെ റീച്ച് ആയിട്ടുണ്ട്. ഒരു ഏജ് ആയിട്ടുള്ള ആൾ ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ട് കുരങ്ങന്മാർക്ക് ഇട്ട് കൊടുക്കുന്നതാട്ടോ ഈ കാണുന്നത്. അയാൾ ആ ബിസ്ക്കറ്റ് മേടിച്ച് അവർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത് തന്നെയാണ്. അവർ ഇവിടെ ഇങ്ങനെ വരുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ ഓരോന്ന് മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനത്തെ കടകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. അതുപോലെ ടോയ്സിൻ്റെ കടകളും ഉണ്ട് കേട്ടോ. ഫുഡ് എല്ലാ കടകളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവർ ഈ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് മേടിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ കുറേ നിൽക്കുന്നത്. പിന്നെ ബാക്കിൽ ഫോറസ്റ്റും കാടുകളും അല്ലേ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒരു ഇതിങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിലും ഒരു വേലി പോലെ ഇങ്ങനെ ഒരു കമ്പി കെട്ടിയിട്ടുണ്ടെങ്കിലും ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഒരുമിച്ച് നിന്നിട്ടാട്ടോ ഈ ഇങ്ങനെ നിൽക്കുന്ന കാണും. കാണാതിരിക്കൊന്നുമില്ല, കണ്ടിട്ട് തന്നെയാണ് കുളിയും കാര്യങ്ങളൊക്കെ. പിന്നെ ലേഡീസ് വെറുതെ വെള്ളത്തിൻ്റെ ചോട്ടിൽ പോയി നിൽക്കട്ടെ. ഇവിടുത്തെ ആൾക്കാർക്ക് വെള്ളം കമ്മിയായതുകൊണ്ടേ തമിഴ്നാട്ടിൽ വെള്ളം എവിടെ കണ്ടാലും ഇങ്ങനെ പോയി നിൽക്കും. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയതൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ. സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലൂസിൻ്റെ പിന്നാലെ ഇറങ്ങും. അപ്പോൾ അല്ലൂസിന് ഓൾറെഡി ജലദോഷവും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങാഞ്ഞത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. സ്റ്റാർ ഫ്രൂട്ട്സ് കണ്ടോ എടുത്തു അടുത്ത് നോക്കാം. നിൽക്കൊരു മിനിറ്റ്. ഇതാണ് ആട്ടുകാൽ കിഴങ്ങ്, അങ്ങനെ എന്തോ പറഞ്ഞു. ആടിൻ്റെ കാലിൻ്റെ ആകൃതിയുള്ള കിഴങ്ങെന്നാ പറയുന്നത്. അറിയില്ല, നല്ല ഔഷധ ഗുണമുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഇത് ചെറുത് വലുത് കണ്ടു. നമ്മളെ വീട്ടിൽ കിട്ടുന്ന ചാമ്പക്കൊക്കെ ഇവിടെ ഉണ്ട് കടയിൽ. ചക്ക ഉണ്ടോ? ചക്ക
തെങ്കാശി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ തന്നെ തെങ്കാശിയിൽ പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ. തെങ്കാശി എന്ന് പറഞ്ഞാൽ ഒരുപാട് കൃഷി സ്ഥലങ്ങളും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നെൽപ്പാടങ്ങൾ, പിന്നെ കൂടുതലും ടെമ്പിളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഉണ്ട്. പക്ഷേ നമ്മൾ റമദാൻ മാസം ആയതുകൊണ്ട് നമുക്കത് പറ്റില്ലാത്തത് കൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനിയൊരു പ്രാവശ്യം നോമ്പൊക്കെ റംസാനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അപ്പോൾ തെങ്കാശി എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയുമായിട്ട്, അതായത് പ്രകൃതി കാണാൻ ഒരു പഴയ ഗ്രാമം പോലെ ഉണ്ടാവില്ലേ, നമ്മളൊരു പഴയ ഒരു അധികം പുരോഗമനം ഇല്ലാത്ത, അങ്ങനെയല്ല, ഒരു അധികം പുരോഗമനം ഇല്ലാത്ത ഒരു കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, കൂടുതൽ അമ്പലങ്ങളൊക്കെ ആയിട്ടുള്ള ട്രഡീഷണൽ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ.